വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറയുന്നതിലെ വീഡിയോ സീരീസ് ആണ്. സോ ഇതിൽ വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കിവിടെ എന്താണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ആണ് കാണുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്. ആ ഫോർമുല നമുക്കവിടെ ഉപയോഗിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടീഷൻ ഇതാണ്: പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അത് കാണാനായിട്ടുള്ള ഫോർമുല അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഇനി നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള വാല്യൂസ് നമ്മളതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 15 പ്ലസ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -10 ആണ്. ദെൻ ഇവിടെ പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു? 15. വൈൻ്റെ സ്ഥാനത്ത് -10. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 15 - 10 15 ഇൻറ്റു -10 എന്ന് പറയുമ്പോൾ -150 ഡിവൈഡഡ് ബൈ 100 എന്നായിട്ട് മാറുന്നു. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 3.5% എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിൽ പോസിറ്റീവ് സൈൻ ഷോസ് 3.5% എന്താണ്? ഇൻക്രിമെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്നും കിട്ടുന്ന ആൻസർ. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് കാണുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ലാറ്ററൽ സർഫേസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ആണ് ഫോർമുല. 2πr/h എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. സോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 22/7 ആണ്. 6 എന്ന് പറയുമ്പോൾ 7/2 ഇൻറ്റു 18 നമ്മൾ കൊടുക്കുകയാണ്. അപ്പം 352 സ്ക്വയർ മീറ്റർ 3.52 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും ലഭിക്കും. കിട്ടിയില്ലേ? ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ത് തന്നെയാണ്? 2πr/h ആണ് എന്നുള്ളത് നമുക്കവിടെ അറിയാം. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഡിയസ് എന്ന് പറയുന്നത് 1/3 r ആണെന്നും ഹൈറ്റ് എന്ന് പറയുന്നത് 6h എന്ന് പറയുന്ന ലെവലിലുമാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതേ രീതിയിൽ തന്നെ ഇതിലേക്ക് വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2π റേഡിയസ് എന്ന് പറയുന്നത് 1/3 r എന്ന് നമുക്കിവിടെ കൊടുക്കാം. h എന്ന് പറയുമ്പോൾ എത്രയാണ്? 6h ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2πr/h എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുകയാണെങ്കിൽ 2 ടൈംസ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻക്രീസ് വിൽ ബി 2 ടൈംസ് ആണ് എന്ന് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന നാലാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. നാലാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ തന്നെയാണ്. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 2πr/h ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് a ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഏരിയ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? πr² ആണ്. അതിനെ നമുക്ക് b എന്ന പേരിലും നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത കണ്ടീഷനിൽ
ഏരിയ ഓഫ് ബേസ്. ഏരിയ ഓഫ് ബേസ് എന്ന് പറയുകയാണെങ്കിൽ അത് പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയറിനെ ബി എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 2πRH എന്ന് പറഞ്ഞാൽ എ ആണ്, പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ 4π സ്ക്വയർ ആർ സ്ക്വയർ എച്ച് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും, എ സ്ക്വയർ എന്നായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ആണല്ലേ. അപ്പോൾ നമുക്കിതിനൊന്ന് മോഡിഫൈ ചെയ്യാം. 4πR സ്ക്വയർ ദെൻ പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ 4π ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാക്കാം. ശരിയായില്ലേ. അപ്പോൾ പൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 4π ബി ഇവിടെ സ്ക്വയർ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള കണ്ടീഷനായിട്ട് മാറും. അപ്പോൾ ഇവിടെ എച്ച് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π ബി ഇൻറ്റു എച്ച് സ്ക്വയർ. അപ്പോൾ എച്ച് ആണ് കാണാൻ പറയണത്. സോ എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 റൂട്ട് ഓഫ് പൈ ബി സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട്.